നമസ്കാരം. ഇറാൻ പട ഹോർമൂസിൽ, ട്രംപ് ഒളിവിൽ. ട്രംപിനെതിരായി വീണ്ടും ഇറാൻ പട. ഇറാൻ ചർച്ചകൾക്ക് സാധ്യതയില്ല. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ചർച്ച കൊണ്ട് എന്ത് കാര്യം എന്നുള്ള നിലപാടിലേക്ക് ട്രംപ് അടക്കം എത്തിച്ചേരുന്നു. ഹോർമൂസ് പാതയിൽ കപ്പലുകൾക്ക് കടന്നു പോകാൻ പണം ഈടാക്കും, ആണവായുധം നിർമ്മിക്കും എന്നീ രണ്ട് കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാൻ, യുദ്ധം തീരാൻ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾക്ക് ഉപാധികൾ മുന്നോട്ട് വെച്ച് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ ചർച്ചകൾക്ക് എന്ത് പ്രസക്തി? ആണവ പദ്ധതികളുടെ കാര്യത്തിലും ഹോർമൂസിലെ ഗതാഗതത്തിലും നിയന്ത്രണങ്ങൾക്ക് വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇറാന്റെ തീരുമാനം. അപ്പോൾ ഇക്കാര്യം രേഖാമൂലം പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സമാധാനപരമായിട്ടുള്ള ആണവ പദ്ധതി അത് ഉപേക്ഷിക്കില്ല എന്നതാണ് ഇറാൻ മുൻപ് പ്രഖ്യാപിച്ച നിലപാട്. ഹോർമൂസ് കടക്കാൻ കപ്പലുകളിൽ നിന്ന് ഇറാൻ പണം ഈടാക്കാനും തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലപാടിൽ തട്ടിയാണ് ചർച്ചകൾ മുന്നോട്ട് പോകാതിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനിടെ ഗൾഫ്, യൂറോപ്യൻ രാജ്യങ്ങൾ സമവായത്തിനായിട്ട് നയതന്ത്ര ചർച്ചകൾ സജീവമാക്കുന്നുണ്ട്. ഖത്തർ പ്രധാനമന്ത്രി, ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി, ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി എന്നിവരൊക്കെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. സൗദി വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ UAE വിദേശകാര്യമന്ത്രിയുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ അതിനിടെ മധ്യസ്ഥ ചർച്ച കഴിഞ്ഞ് ഒമാനിലേക്ക് പോയ ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗാച്ചി പാകിസ്ഥാനിൽ തിരിച്ചെത്തുന്നു. അടുത്തതായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിക്കാൻ പോകുന്നു. ഇറാന്റെ യുറേനിയൻ ശേഖരം കസ്റ്റഡിയിൽ വെക്കാമെന്ന് റഷ്യ നേരത്തെ അറിയിച്ചതുമാണ്. മാത്രമല്ല, ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതികൾക്ക് സഹായം നൽകുന്നതും റഷ്യയാണ്. അതുകൊണ്ട് ഒരു സമവായ ഫോർമുലയ്ക്ക് ഇപ്പോഴും സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതിനിടെയാണ് ഇറാൻ അമേരിക്ക ചർച്ചകൾക്കായിട്ടൊരുക്കിയ സെറീന ഹോട്ടൽ പരിസരത്തെ നിയന്ത്രണങ്ങൾ പാകിസ്ഥാൻ പിൻവലിക്കുന്നത്, റെഡ് സോൺ മേഖലയെ ഒഴിവാക്കുന്നത്. നേരിട്ടുള്ള ചർച്ചകൾ ഉടനെ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുവാനുള്ള സാധ്യതകൾ അവസാനിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും നയതന്ത്ര തലത്തിലെ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ സമാധാനത്തിലേക്ക് വഴി തുറക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് പാകിസ്ഥാനിലേക്കുള്ള US പ്രതിനിധികളുടെ യാത്ര എന്ന് പറയപ്പെടുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇറാൻ സംഘം കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ആദ്യം അരാഗച്ചി മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെത്തിയത്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സേനാ മേധാവിയായി അസിം മുനീർ, പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷരീഫ്, വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദർ എന്നിവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. വെടിനിർത്തൽ കാര്യത്തെ ഇറാന്റെ നിലപാട് പാകിസ്ഥാനോട് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഇറാൻ പ്രതിനിധി സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ച 2 മണിക്കൂർ നീണ്ടു എന്ന് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ധർ തന്നെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരദ് കഷ്നർ എന്നിവർ ഇറാൻ സംഘവുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശനിയാഴ്ച തന്നെ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചതാണ്. ഇറാന്റെ ആവശ്യപ്രകാരം ഇതെന്നാണ് വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ US സംഘവുമായിട്ട് നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇറാൻ സംഘം മടങ്ങിയതിന് പിന്നാലെയാണ് US പ്രതിനിധികളുടെ പാക് യാത്ര റദ്ദാക്കിയതെന്ന് ട്രംപ് അറിയിക്കുന്നു. ഇറാൻ പ്രതിനിധികൾ ചർച്ച ആഗ്രഹിക്കുന്നുണ്ട് എന്നും അവർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും US വിളിക്കാമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിലെ ട്രൂത്ത് സോഷ്യലിലൂടെ കുറിച്ചു വെക്കുകയും ചെയ്തു. ഇറാനുമായിട്ടുള്ള യുദ്ധം ഉടൻ തീരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോഴും യുദ്ധത്തിൽ അമേരിക്ക വിജയിക്കും, ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ചർച്ച കൊണ്ട് കാര്യമില്ല എന്ന് കൂടി ട്രംപ് പറഞ്ഞു വെക്കുമ്പോൾ ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നത രൂക്ഷമാണ് എന്നുള്ളതാണ്. താല്പര്യമുണ്ടെങ്കിൽ ഇറാന് ഞങ്ങളെ വിളിച്ചേക്കാം, അല്ലെങ്കിൽ വിളിക്കുവാനുള്ള സാഹചര്യമുണ്ട്, ചർച്ച ഫോൺ വഴിയും നടത്താം എന്ന് ട്രംപ് പറഞ്ഞു വെക്കുമ്പോൾ അതിനർത്ഥം ഇറാനുമായിട്ടൊരു ചർച്ച അനിവാര്യമാണ് എന്നുള്ളതാണ്. അതേസമയം ഹോർമൂസ് കടലിടുക്കിന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഒരു സാഹചര്യത്തിൽ മുമ്പുള്ള അവസ്ഥയിലേക്ക് ഹോർമൂസ് മാറുമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള അലി നിക്സാദ് പറയുകയും ചെയ്തിരിക്കുന്നു. പരമോന്നത ആത്മീയ നേതാവിന്റെ തീരുമാനമാണ് ഇത് എന്ന് കൂട്ടിച്ചേർത്ത് പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ പട പിന്നോട്ടില്ല എന്നുള്ള കാര്യത്തിൽ. ഇറാൻ പട ഹോർമൂസിലെത്തുകയും ട്രംപ് ഒളിവിൽ പോകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ട്രംപിനെതിരെ വീണ്ടും ഇറാൻ പട രംഗത്തെത്തുന്നത് എന്തുകൊണ്ടാണ്? ട്രംപ് ഇല്ലാത്ത ഒരു അമേരിക്കയാണ് ഇന്ന് ലോകം സ്വപ്നം കാണുന്നത് എന്നാണ് ഇറാനികൾ പറയുന്നത്. ആ ഇറാനികളുടെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്നാൽ സമാധാനം കാക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല. പക്ഷെ ഇതിനൊരു അവസാനം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അതിന് ഇവിടെ ഇപ്പോൾ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ വിചാരിച്ചാൽ ഈ യുദ്ധം അവസാനിക്കില്ല. ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാൻ തന്നെ വിചാരിക്കണം. ഇറാന്റെ ആണവശേഷിയുടെ കാര്യത്തിലാണെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ ഈ നികുതി പിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി,
ഒരു തീരുമാനമെടുക്കേണ്ടത് ഇറാനാണ്. ഇറാന്റെ തീരുമാനത്തിൽ മാത്രമായിരിക്കും ഈ യുദ്ധം അവസാനിക്കുക.